മരണമാ മോളെ അമ്മയ്ക്കെതിരേക്കാൻ നല്ലത്. എന്തിനാ അമ്മ ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ മോളെ. ഉള്ളിൽ ഞാൻ എപ്പോഴേ മരിച്ചു കഴിഞ്ഞു. അങ്ങനൊന്നും പറയല്ല അമ്മ. അമ്മയുടെ കണ്ണീര് ഈശ്വരൻ കാണും. ഒരു ദിവസം അമ്മ ആഗ്രഹിക്കുന്ന പോലെ അമ്മയുടെ മോള് വരും. ലോകത്തൊരമ്മയ്ക്കും ഇതുപോലൊരു നിർമ്മിതി കൊടുക്കരുത്. എനിക്കിന് ജീവിക്കണമെന്നില്ല മോളെ. ഈ നിമിഷം എന്നെ മേലോട്ടെടുത്താ മതി. എന്റെ അമ്മയുടെ ഈ സങ്കടത്തിന് അറുതി വരുത്തേണ്ടത് എന്റെ കടമയോ? എന്തും സംഭവിച്ചോട്ടെ, അമ്മയുടെ മുന്നിലെങ്കിലും ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. സച്ചേട്ടനും സ്നേഹയും ആരും ഇവിടെയില്ല. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഇതിനേക്കാളും പറ്റിയൊരവസരമില്ല. എന്നെ കാണാതെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എത്ര ജന്മം എടുത്താലും എനിക്ക് ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ. എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാനിപ്പോൾ സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഇല്ലില്ല, ഞാൻ വിളിച്ചോളാം. ആ സ്നേഹിതര് വന്നില്ലേ അമ്മേ? ഇല്ല മോനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, സമയം ഒരുപാടായി. അവള് വന്നിട്ട് പോവാം മോളെ. അവള് ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങാൻ പോയിരിക്കുക. അതല്ലമ്മേ, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കുറവുണ്ടല്ലോ. ഞാൻ ഡിസ്ചാർജ് ആയിട്ട് അമ്മയെ വീട്ടിൽ വന്ന് കണ്ടോളാം. വരണേ മോളെ. മോള് വരുന്നത് അമ്മയ്ക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ശരി അമ്മ, അമ്മ റെസ്റ്റ് എടുത്തോ. പോട്ടെ. ശരി. എന്തൊരു നല്ല മോളാ അത്. അവൾ എന്റെ കൈ പിടിച്ചപ്പോ അച്ചുമോളെ പിടിക്കുന്ന പോലെ തോന്നിയേ.